ഒരു കുറ്റകൃത്യം അഥവാ ക്രൈം നടന്നാൽ അവിടെ കുറ്റവാളി അറിയാതെ ചില തെളിവുകൾ അവശേഷിപ്പിക്കാറുണ്ട്. വിരലടയാളം പോലെ തന്നെ മായ്ച്ചു കളയാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ DNA. ഒരു മുടിനാരോ ഒരിത്തിരി രക്തമോ ഉമിനീരോ മതി ആളെ കൃത്യമായി തിരിച്ചറിയാൻ. ഇതിനെയാണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിക്കുന്നത്. രസകരമായൊരു കാര്യം, ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും DNA 99.9% ഒരുപോലെയാണ്. ബാക്കിയുള്ള വെറും 0.1% മാത്രമാണ് എന്നെയും നിങ്ങളെയും വ്യത്യസ്തരാക്കുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കാത്ത ജങ്ക് DNA എന്നൊരു ഭാഗം നമ്മുടെ DNAയിലുണ്ട്. ഇവിടെ ചില ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ പലതവണ ആവർത്തിച്ചു വരുന്നത് കാണാം. ഈ ആവർത്തനങ്ങളുടെ എണ്ണവും രീതിയും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഇത് ഓരോരുത്തർക്കും യുണീക്കായ ഒരു പാറ്റേൺ നൽകുന്നു, വിരലടയാളം പോലെ തന്നെ. 1984-ൽ സർ അലക്സ് ജെഫ്രീസ് ആണ് ഈ വിപ്ലവകരമായ സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത്. ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന സാമ്പിളിന്റെ DNA പാറ്റേൺ നമ്മൾ ആദ്യം പരിശോധിക്കുന്നു. പിന്നീട് സംശയിക്കുന്ന വ്യക്തികളുടെ DNA പാറ്റേണുമായി ഇതൊത്തുനോക്കുന്നു. 2 പാറ്റേണുകളും ബാർകോഡ് പോലെ കൃത്യമായി മാച്ചായാൽ കുറ്റവാളിയെ ഉറപ്പിക്കാം. കുറ്റവാളികളെ പിടിക്കാൻ മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളുടെ അച്ഛനമ്മമാരെ തിരിച്ചറിയാൻ അഥവാ പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു. മക്കളിലെ DNA പാറ്റേണിൽ പകുതി അച്ഛന്റെയും പകുതി അമ്മയുടെയും സാമ്യമുണ്ടായിരിക്കും. പ്രകൃതി ദുരന്തങ്ങളിലോ അപകടങ്ങളിലോ മരിച്ചവരെ തിരിച്ചറിയാനും ഈ ടെക്നോളജി ഉപയോഗിക്കുന്നു. പണ്ടുകാലത്തെ ഫോസിലുകൾ പരിശോധിച്ച് നമ്മുടെ പൂർവികരെ തിരിച്ചറിയാനും ഇത് സഹായിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാനും ശാസ്ത്രജ്ഞർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പാരമ്പര്യമായി വരുന്ന രോഗങ്ങളെ അഥവാ ഹെറിഡിറ്ററി ഡിസീസസിനെ തിരിച്ചറിയാനും ഇത് സഹായകമാണ്. 2020-ൽ കേരളത്തിൽ നടന്ന ഒരു കൊലപാതക കേസിൽ പ്രതിയെ പിടികൂടിയത് ഒരു മുടിനാരിൽ നിന്നാണ്. ആ കേസിൽ DNA ഫിംഗർ പ്രിന്റിംഗ് ആയിരുന്നു നിർണായകമായ തെളിവ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും നമ്മുടെ ഐഡന്റിറ്റി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നോർക്കുക. ആധുനിക ബയോളജി നീതിന്യായ വ്യവസ്ഥയെ എത്രത്തോളം സഹായിക്കുന്നു എന്നിപ്പോൾ മനസ്സിലായില്ലേ? പാഠ്യപുസ്തകത്തിലെ 6.5 എന്ന ചിത്രം നോക്കിയാൽ ഈ മാച്ചിംഗ് പ്രോസസ് നിങ്ങൾക്ക് വ്യക്തമാകും. സയൻസ് ക്ലാസുകൾ ഇനിയും ലളിതമായി പഠിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടെക്നോളജിയുമായി വീണ്ടും കാണാം.